എന്തിനാണ് ഈ വ്രതനിഷ്ഠ നടത്തുന്നത്? വ്രതനിഷ്ഠ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു തീരുമാനം നമുക്ക് നടപ്പിലാക്കാനുള്ള ഒരു ശേഷിയെ കൂട്ടില്ലേ. തത്വമസി എന്ന് പറയുന്നത് സ്വയം വിമർശനമാണ്. തത്വമസി ആണെങ്കിൽ ശബരിമല ആള് പോകത്തില്ലല്ലോ. ഐ ഓപ്പൺ ചെയ്യണ്ടേ? ഇത്രയും വ്രതവും എടുത്ത് മലയിട്ട് പൈസയും ചെലവഴിച്ച് അവിടെ ചെല്ലുമ്പോൾ നീ തന്നെയാണ് ആ മനുഷ്യൻ, നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അവിടെ എത്തിച്ചിട്ട് അത് പറയിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യമല്ല ശബരിമലയിൽ പോകുള്ളൂ ആളുകൾ. അല്ല, ഒരു പ്രാവശ്യം നടത്തിയാൽ നന്നാവാത്തവന് രണ്ടാമത് കയറ്റിവിട്ടൂടെ? അല്ല, അപ്പൊ അവൻ ആദ്യം അത് വായിച്ചിട്ട് മനസ്സിലാക്കുന്നവൻ രണ്ടാമത് പോയാലും വായിച്ച് അല്ല, മനസ്സിലാക്കില്ല. നമ്മൾ ഇപ്പൊ സാറാധ്യാപകനല്ലേ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിള്ളേരെ കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ല. യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ റിയൽ ടെററാണ്. അവനും ചുറ്റുമുള്ളവർ. മലയാറ്റൂര് കുരിശ് മരക്കുരിശും വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ കുരിശിൻ്റെ അടിയിൽ ചെറിയ 2 വീലുണ്ട്. അവൻ വലിച്ചഴിച്ച് ഉരച്ചോണ്ട് പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ ചെല്ലുമ്പോൾ ആ കുരിശ് കാണത്തില്ല. ഇവൻ്റെ അടിയിൽ ആ ചെറിയ 2 വീലുള്ളത് കൊണ്ട് അവനും സ്വസ്ഥത, ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. മലയാറ്റൂർ എത്തുകയും ചെയ്യും, ഒപ്റ്റിക്സ് എല്ലാം കറക്റ്റ് ആവുകയും ചെയ്യും. എത്ര നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. അവരെയാണ് ഇവർ പറയുന്നത് കപടഭക്തർ. കപടഭക്തരൊക്കെ ആണ് ശരിക്കും നമ്മൾ ലിറ്റ്മസിലേക്ക് തന്നെ വിളിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇവർക്ക് തത്വമസി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഇവരൊക്കെ ആ പിൽഗ്രിമേജിലേക്ക് പോകുമ്പോഴെങ്കിലും തത്വമസിയെക്കുറിച്ച് സംസാരിക്കില്ലേ? നീ എന്താണോ അത് തന്നെയാണ് മറ്റേതും എല്ലാം എന്നാണ് പറയുന്നത്. അവിടെ ഒരു തീർത്ഥാടനം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉദ്ദേശം തന്നെ ശരിയല്ല. തീർത്ഥാടന വിരുദ്ധമാണ് ഇതിൻ്റെ കോർ ഐഡിയ. പക്ഷെ അത് അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് സഹായിക്കില്ലേ എന്നാണ്. ഇല്ല, ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസം ദൈവമാണല്ലോ. പക്ഷെ തിരിച്ച് സഹായിക്കുന്നത്, അതായത് മറ്റേ പൂച്ച പാതി വഴിയിൽ ചാടി, അതെങ്ങനെ? മദർഹുഡ് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ പ്രോഗ്രാമാണ്, സെറിബ്രൽ പ്രോഗ്രാമാണ്.